സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മുഹമ്മദ് മോസിനെ വീണ്ടും CPI പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിലെ MLA കൂടിയായ മോസിൻ നമ്മളോടൊപ്പമുണ്ട്. തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെ അതെ, വളരെ കുറഞ്ഞ സമയമാണുള്ളത് എന്നാണല്ലോ പ്രഖ്യാപിച്ചത്. നമ്മൾ 9 തീയതിയാണ് എല്ലാവരും വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് 23 തീയതി വരെയുള്ള സമയം നോമിനേഷൻ കൊടുക്കാൻ. സമയം വളരെ ഷോർട്ടാണ്. എന്നിരുന്നാലും ഏറെ ആളുകളൊക്കെ ആയിട്ട് ഓൾറെഡി ഞാൻ കണ്ട് എല്ലാവരെയും ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു SIR കാര്യം. SIR ഒക്കെ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ ഒരാൾ പോലും അതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു വലിയ വ്യാജ പ്രചരണം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ SIR പൂർത്തീകരിച്ച് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരാൾ പോലും ഒഴിവായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും അതെല്ലാം മറികടന്ന് സത്യസന്ധമായി ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുള്ളത്. അതൊരു വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായും 2016-ലും 2021-ലും MLA ആയിട്ട് വന്നു. സാധാരണ CPI 2 ടേമൊക്കെയാണ് കൊടുക്കാറുള്ളൂ. 3-ാം തവണ വീണ്ടും അനുവദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും 3 തവണ എന്ന് പറഞ്ഞാൽ മാക്സിമാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയൊരു അവസരം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പം നമ്മൾ ഇതുവരെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ ആവശ്യപ്പെട്ട അത് നടപ്പിലാക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലക്ക് ഈ ഒരു ടേം കൂടി ജനങ്ങൾ നൽകുമെന്നാണ് ഞാൻ കരുതുന്നത്. 3 തവണയാണ് CPI പരമാവധി മത്സരിക്കാൻ പറ്റുക. അപ്പോൾ ഈ 3-ാമത്തെ തവണ ഞാൻ നിൽക്കുമ്പോൾ ഇത് എനിക്ക് അടുത്ത തവണ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ പറഞ്ഞ തുടർച്ച ഇപ്പം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും കൂടുതൽ നമ്മൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനും ഉള്ള അവസരം കൂടി നൽകും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചെങ്കിലും എതിർ സ്ഥാനാർത്ഥികൾ ആരാണ് നമ്മളിതുവരെ ചർച്ചകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആയി വരുമ്പോൾ തന്നെ നിലവിൽ എല്ലായിടത്തും ഓടിയെത്തുന്ന MLA ആ ഒരു അനുകൂലം കൂടി കിട്ടില്ല ഈ പ്രചരണത്തിൽ. അല്ല, എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് നമ്മൾ തുടക്കത്തിൽ മുതലേ തന്നെ 2016 മുതൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ജനങ്ങളോട് പറയുന്ന കാര്യം, ഞാൻ 2016 വന്നപ്പോഴും അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകുന്നതാണ് 2016 പറഞ്ഞത്. 2026 ആകുമ്പോഴും പട്ടാമ്പിയിലെ ഓരോ വീട്ടിലും ആ വീട്ടിലൊരു അംഗം പോലെയാണ് ഞാനുള്ളത്. അവരുടെ കുടുംബത്തിലൊരാളായി, സഹോദരനായി, മകനായിട്ടൊക്കെ ഉള്ളത് തന്നെയാണ്. ഇന്നും ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിലൊരാളായിട്ട് തന്നെ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് തുടരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 1500 കോടിയുടെ അടുത്ത് വികസന പ്രവർത്തനം നടപ്പാക്കി എന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും വിമർശനം കേൾക്കുന്ന ഒരു 10 വിഷയമായിരിക്കും നമ്മളെ പ്രധാന റോഡ്, പട്ടാമ്പിയിലെ നെലായിപ്പീട്ടി റോഡ്. അല്ല, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാമ്പി മണ്ഡലത്തിൽ ഞാൻ MLA ആവുന്ന സമയത്ത് 90% റോഡും തകർന്നിട്ടായിരുന്നു. 2016 16 തൊട്ട് മുമ്പ് 15 നിർമ്മാണം പൂർത്തീകരിച്ച് 3 മാസം കൊണ്ട് തകർന്ന റോഡാണ് പട്ടാമ്പി പുലാമന്തോൾ റോഡ്. അപ്പം അങ്ങനെയുള്ള റോഡുകൾ ഉണ്ടായിരുന്ന പട്ടാമ്പിയിൽ ഇന്ന് 8 കൊല്ലവും 9 കൊല്ലവുമായിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളൊക്കെ ക്വാളിറ്റിയിൽ കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തീർക്കുക എന്നതിനപ്പുറത്ത് എല്ലാ കാലത്തേക്കും ഏറ്റവും നന്നായി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സംവിധാനമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നെ വീതി കൂട്ടാതെ പഴയ പോലെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആളുകൾ കോടതിയിൽ പോയി, അതുപോലെ കുറേ ആളുകൾ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. പൈപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പിന്തുണയൊന്നും മുനിസിപ്പാലിറ്റിയുടെ നിലവിലുള്ള ഭരണസമിതിയുടെ ഭാഗത്തുനിന്നില്ല. നേരത്തെയുള്ള ഇടതുപക്ഷം വന്ന ഭരണസമിതിയുടെ സമയത്താണ് കുറച്ചെങ്കിലും നമ്മൾ മുന്നോട്ട് പോയത്. അപ്പം അങ്ങനെയുള്ള നിസ്സഹകരണമൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ റോഡിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം നടക്കുന്നത് ടൗൺ നവീകരണം കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾക്ക് കുറച്ച് സമയം ആലോചിക്കുന്നത്. പിന്നെ നേരത്തെയൊക്കെ റോഡ് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ കൾവർട്ടൊന്നും മാറ്റാതെ ആ പഴയ കൾവർട്ട് വെച്ചിട്ട് ഒരു റിട്ടയർ ചെയ്ത് പോണ പരിപാടിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പൂർണ്ണമായി പുനർനിർമ്മിച്ച് ഓരോ മേഖലയും അത് പൊളിക്കേണ്ടതാണെങ്കിൽ പൊളിച്ച് ഓരോ കൾവർട്ടും പാലങ്ങളും ഒക്കെ മാറ്റിയിട്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, അത് എല്ലാ കാലത്തും പട്ടാമ്പിയിൽ നിലനിൽക്കുന്ന വികസനമായിട്ട് നിൽക്കും. അതാണ് എനിക്ക് നൽകാനുള്ള ഉറപ്പ്. ഇപ്പോൾ വീണ്ടും പ്രചരണത്തിലേക്ക് ഇറങ്ങുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. അന്ന് മുതൽ അപ്പോൾ ഇറങ്ങി കഴിയാണ്. എന്താണ് പുതുതായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടണമെന്ന് പറയുമ്പോൾ എന്താണ് ജനക്ക് മുന്നിലേക്ക് വെക്കുന്ന ആശയം? അതായത് നമ്മൾ 2016 പൂർണ്ണമായി സ്കൂളുകൾ തകർന്നു കിടക്കുകയായിരുന്നു, റോഡുകൾ തകർന്നു കിടക്കുകയായിരുന്നു, സമഗ്ര കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫൗണ്ടേഷൻ എടുത്തു, എല്ലാ സ്കൂളുകളും റോഡുകളും എല്ലാറ്റിനും ഫണ്ട് വെച്ചു. അടുത്ത ഘട്ടത്തിൽ കുറച്ചും കൂടെ വിപുലമായിട്ട് ഫാം ടൂറിസം ആകാം, ആളുകൾക്കുള്ള നമ്മുടെ EMS പാർക്കാകാം,
പട്ടാമ്പിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആകാം, മൈനോറിറ്റി കോച്ചിങ് സെന്ററിന്റെ സംവിധാനങ്ങളാവാം, ഇങ്ങനെയുള്ള അടുത്ത ലെവല് നമ്മൾ എടുത്തു, ഈ ടൂറിസം ലെവലും കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ പാർക്ക്, അതിനൊക്കെയുള്ള ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ഏറ്റവും നന്നായിട്ട് ലഭ്യമാകുന്ന രീതിയിൽ പിന്നെ വർക്ക് നിയർ ഹോം അടക്കമുള്ള, അതുപോലെ സ്ത്രീകൾക്കുമൊക്കെ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളും അവർക്ക് ലേണിംഗ് കോൺസ്റ്റൻസി എന്നുള്ള ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ ലേണിംഗ് കോൺസ്റ്റൻസി ആയിട്ട് നമ്മൾ തുടങ്ങി വെച്ച ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും കഴിയും. ഓരോ പട്ടാമ്പിക്കാരനും, ഞാൻ പട്ടാമ്പി എന്ന് പറയുമ്പോൾ അഭിമാനിക്കാവുന്ന വികസന പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ നടപ്പിലാക്കുന്നത്. അതിനുള്ള തുടക്കമാണ് ഇപ്പോൾ റവന്യൂ ടവർ ഇന്ന് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള റവന്യൂ ടവർ അടക്കം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നാളെ ഒരു ജില്ല പട്ടാമ്പി ആവുകയാണെങ്കിൽ, ജില്ല ഈ ഭാഗത്ത് എവിടെങ്കിലും വരികയാണെങ്കിൽ അതിനെ ആസ്ഥാനമാക്കാനുള്ള സൗകര്യമടക്കമാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് ഒരു വിഷനോട് കൂടിയാണ് നമ്മൾ ആ വികസനം നടപ്പിലാക്കുന്നത്. അപ്പോൾ അടുത്ത ജനറേഷനും ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന വികസനങ്ങളാണ് നമ്മൾ കാഴ്ചപ്പാടോടുകൂടി തുടങ്ങി വെച്ചത്. അത് കൂടുതൽ കാര്യക്ഷമമായി